ഹായ് ഫ്രണ്ട്സ്, കാലത്ത് അലറ അടിച്ചിട്ട് നോക്കിയപ്പോൾ 4 മണിയായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടി കിടക്കട്ടെ എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ പിന്നെ 6:15 പെട്ടെന്ന് ചാടി പടഞ്ഞ് എണീറ്റ് വേഗം പല്ലൊക്കെ തേച്ച് കുളിക്കാനൊന്നും നിന്നില്ല. എന്താണെന്ന് വെച്ചാൽ നേരം വൈകി. മണിക്കുട്ടന് 7 മണിക്കാണ് ട്യൂഷൻ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഉച്ചയ്ക്ക് ആണ് പരീക്ഷ. അത് കാരണം കാലത്ത് 7 മണിക്കാണ് ട്യൂഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നലത്തെ താറാവിൻ്റെ പാർട്സ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് നാളികേരപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ട് അതൊരു ചെറിയൊരു ചാറാക്കാം. പിന്നെ ചപ്പാത്തിക്ക് ഞാൻ ഇന്നലെ വൈകുന്നേരം തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം ഞാൻ നാളികേരം ചിരകി എടുത്തിട്ട് വേഗം അതിന്ന് കുറച്ച് നാളികേരം എടുത്തിട്ട് ഞാൻ അതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കാനായിട്ട് നോക്കുകയാണ്. പിന്നെ ഞാൻ വേഗം കാലത്ത് വേഗം വേവണ അരിയായ കാരണേ കാലത്ത് തിളപ്പിച്ചിറക്കി വെച്ചാൽ മതി എന്ന് വിചാരിച്ചു. പക്ഷെ ചോറ് വെന്ത് കിട്ടാനൊന്നും ബുദ്ധിമുട്ടില്ല. മണിക്കുട്ടന് ഈ ഭക്ഷണം കൊടുത്തിട്ട് വിടണ്ടേന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ആൾ വരുമ്പോൾ 11 മണിയാവും. 7 മണിക്ക് പോയിട്ട് 11 മണി വരെ ഒന്നും കഴിക്കാണ്ടിരിക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ വേഗം കുറച്ച് കാപ്പിപ്പൊടി ഉണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് കാപ്പി എടുത്തു. ബാക്കിയുള്ള പാലിൽ ചായപ്പൊടിയും ഇട്ട് കൊടുത്തു. പിന്നെ കൂർക്ക തലേ ദിവസം നന്നാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു. അതിന് ശേഷം ഞാൻ വേഗം ചായയൊക്കെ അരിച്ചെടുത്തു. മണിക്കുട്ടി എണീറ്റു. പല്ലൊക്കെ തേക്കാനും കുളിക്കണില്ല, വന്നിട്ട് കുളിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. ഭയങ്കര തണുപ്പല്ലേ, പിന്നെ അവന് അലർജിയുടെ ഇതൊക്കെ ഉണ്ട്. അത് കാരണം കാലത്ത് തന്നെ കുളിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം അരിയൊക്കെ തിളച്ചപ്പോൾ അത് തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചു. എന്നിട്ട് ഞാൻ വേഗം ഇന്നലത്തെ കറിയുടെ ബാക്കിയുള്ള കറി അങ്ങനെ ഞാൻ ചട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വൈകുന്നേരം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടാക്കി തന്നാൽ മതി, പിന്നെ ഇങ്ങനെ ഈ ഇതിൽ നാളികേരപ്പാൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കി തന്നോളൂ എന്ന് മണിക്കൂട്ടം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം കുറച്ച് നാളികേരമൊക്കെ അടിച്ച് വെച്ചത് അതിൽ പിഴിഞ്ഞൊഴിച്ചു. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഇട്ടില്ല, കുറച്ച് കുരുമുളക് പൊടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി എനിക്ക് 2 ചപ്പാത്തി മതി അവന്, അതുണ്ടാക്കി കൊടുക്കണം. പിന്നെ കുഴച്ചൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ ഞാൻ കൂർക്ക പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കഴുകി വാരി ഞാൻ വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം 2 ചപ്പാത്തി ഉണ്ടാക്കി എടുക്കട്ടെ. 2 ചപ്പാത്തി മതി എന്ന് പറഞ്ഞു. മുമ്പ് പറഞ്ഞു എനിക്കൊന്നും വേണ്ട, ഞാൻ വന്നിട്ട് കഴിക്കാമെന്ന്. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. 2 ചപ്പാത്തിയെങ്കിലും കഴിച്ചിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ വേഗം 2 ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അത് കഴിച്ചിട്ട് ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ട് ആളെ വിജയശേട്ടൻ കൊണ്ടുവന്നാക്കി കൊടുത്തു. പിന്നെ ഇത്തിരി ദൂരമുണ്ട്, അപ്പോൾ വരുമ്പോൾ പിന്നെ പതുക്കെ നടന്നിട്ട് വന്നോളൂല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ ഇത്തിരി അധികം ചപ്പാത്തി ഉണ്ടാക്കി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് കാലത്ത് ചായയും പിന്നെ ചപ്പാത്തിയും കൊണ്ടുവന്ന് കൊടുത്തിട്ട് അങ്ങനെ ജോലിക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. അമ്മയ്ക്ക് ഈ താറാവിൻ്റെ കറിയൊന്നും വേണ്ട, അമ്മ അതൊന്നും കഴിക്കില്ല. അപ്പോൾ അത് കാരണം അമ്മയ്ക്ക് ഞാൻ ചെമ്മിയാനും മാങ്ങയും കറി വെക്കണം. അപ്പോൾ അതിഷ്ടമാണ് അമ്മയ്ക്ക്. അപ്പോൾ അത് മതി, അത് കൂട്ടിയിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കൂർക്കുപ്പേരിയും അച്ചാറൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അവിടെ പിന്നെ ചോറ് കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ ആര് ഹോസ്പിറ്റലിൽ പോയാലും ബുദ്ധിമുട്ടില്ലല്ലോ, അവിടെ പൊതിച്ചോറുള്ള കാരണം. പിന്നെ അച്ഛൻ കാലത്ത് തന്നെ വരും. വൈകിട്ടും അച്ഛൻ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ അവിടെ അടുത്ത് തന്നെയല്ലേ വീട്ടിൽ പോയിട്ട് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ വരും. അപ്പോൾ അങ്ങനെ എനിക്ക് ചായയും ചപ്പാത്തിയും പിന്നെ കറികളും ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് എന്തെങ്കിലും പുളിയുള്ളത് വേണമെന്ന് പറഞ്ഞിട്ടേ. അപ്പം അങ്ങനെ ചപ്പാത്തിയും കറിയൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ മണിക്കുട്ടന് കൊടുത്തു. അവന് കൊടുത്തതിന് ശേഷമാണ്, പിന്നെ അവൻ പോയതിന് ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ ഞാൻ ചുട്ടെടുത്തത്. എന്നിട്ട് ഞാൻ വേഗം ബാക്കിയുള്ള ഇനി എനിക്ക് ഉപ്പേരിക്ക് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കിനി ചെമ്മീൻ കറി വെക്കണം. അപ്പോൾ മാങ്ങ നുറുക്കിയെടുത്തതിന് ശേഷം ഇഞ്ചിയും പച്ചമുളകൊക്കെ ഞാൻ ഇഞ്ചി ചതച്ചിട്ടു. പിന്നെ പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ടു. പിന്നെ ഞാൻ ഇന്നലെ തന്നെ ചെമ്മീനൊക്കെ കഴുകിയിട്ട് അതൊന്നിങ്ങനെ ഉണക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വറുത്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തല ഞാൻ അരച്ചെടുക്കും. പിന്നെ വാലിൻ്റെ ഭാഗം മാത്രമാണ് ഞാൻ കറിയിലിടുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം അതൊക്കെ നാളികേരവും ഒക്കെ കൂടിയിട്ട് അരച്ചു. പിന്നെ ഞാൻ മല്ലിപ്പൊടിയും മുളകും പൊടിയും നാളികേരമൊക്കെ കൂടിയിട്ടാണ് അരച്ചെടുത്തത്. അതൊക്കെ കലക്കിയെടുത്തു. പിന്നെ പ്രത്യേകിച്ച് പുളിയൊന്നും ഒഴിച്ചില്ല, മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മാങ്ങയിലത്തെ പുളി മതി എന്ന് വിചാരിച്ചു. എന്നിട്ട് ഇന്നലത്തെ ചോറുണ്ടായിരുന്നു, അത് ഞാൻ വേഗം ഒന്ന് വാർത്ത് വെച്ചു. ഞങ്ങൾ കാലത്ത് കഴിക്കണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ നിക്കൂന് കൊടുക്കാമല്ലോ വൈകിട്ട്. പിന്നെ ഞാൻ കൂർക്കുപ്പേരി വെക്കാനായിട്ട് വെളുത്തുള്ളിയും ചുമന്നുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് എല്ലാ പാത്രങ്ങളും കുറേ പാത്രങ്ങളുണ്ട്, അതൊക്കെ കഴുകിയെടുക്കണം. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ വേഗം കൂർക്ക വെന്ത് വന്നിട്ടുണ്ടായിരുന്നു നോക്കിയപ്പോൾ അത് ഞാൻ വേഗം മുളകിടാനായിട്ട് നോക്കുകയാണ്. അപ്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് മൂപ്പിക്കണേൽ, പിന്നെ മുളകും പൊടിയും എന്താ വെച്ചാൽ വേവിക്കുമ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ മുളകും പൊടിയും ഉള്ളി മൂത്ത് വന്നപ്പോൾ അതിട്ട് കൊടുത്തിട്ട് അത് മൂത്ത് വന്നതിന് ശേഷം ഞാൻ കൂർക്കിട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ കൂർക്കുപ്പേരി ആയി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചുള്ള പേരിന്, പക്ഷേ വെന്ത് വന്നപ്പോൾ നന്നായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ വലിച്ചെടുത്തു. അപ്പോൾ അങ്ങനെ കൂർക്കുപ്പേരിയും പിന്നെ ഒരടുപ്പത്ത് ചെമ്മീൻ്റെ കറിയും തിളച്ച് വെറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഉള്ളിയൊക്കെ കാച്ചിയെടുക്കണം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെമ്മീൻ മാങ്ങിയിട്ട് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിതുപോലെ ചെയ്ത് നോക്കണം. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെമ്മീൻ കറി ഒന്നും കൂടി ഒന്ന് വറ്റി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് വേഗം ഞാൻ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു, എല്ലാ പാത്രങ്ങളും ലാസ്റ്റ് കഴുകുക. അല്ലെങ്കിൽ ഞാൻ അപ്പം കഴുകാറുണ്ട്, പക്ഷേ ഇന്ന് എനിക്ക് തോന്നി ലാസ്റ്റ് പാത്രങ്ങളൊക്കെ കഴുകാമെന്ന്. അപ്പോൾ അങ്ങനെ ചായ കുടിച്ച പാത്രങ്ങളും ചായ വെച്ച പാത്രങ്ങളും പിന്നെ മണിക്കൂട്ട ഫുഡ് കഴിച്ചിട്ട് പോയ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വേഗം കഴുകിയെടുത്തു. ഇത്ര സ്പീഡിലൊന്നല്ല ഞാൻ കഴുകണത്, അത് ഞാൻ
സ്പീഡാക്കി ഇട്ടതാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചെമ്മിയാനും മാങ്ങയിലേക്കുള്ള ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുത്തു. കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ അങ്ങനെ ചെമ്മിയാനും മാങ്ങയും ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ അമ്മയ്ക്കുള്ള കറിയും അച്ചാറൊക്കെ കൂർക്കുപ്പേരിയും അച്ചാറൊക്കെ ഞാൻ പാത്രത്തിലാക്കി വെച്ചു. ബിജാഷേട്ടൻ പിന്നെ ചോറ് കൊണ്ടുപോയിട്ടില്ല. ആൾ ഫുഡ് കഴിച്ചിട്ട് പോയി. ഞാൻ പറഞ്ഞു ഞാൻ വരുമ്പോൾ ചോറ് തരാമെന്ന് പറഞ്ഞു. ചില ദിവസങ്ങളിൽ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ പെട്ടെന്നൊക്കെ ആവുകയാണെങ്കിൽ ആൾ കൊണ്ടുപോകും. അപ്പോൾ അമ്മയ്ക്കുള്ള ചപ്പാത്തി ഞാൻ പാത്രത്തിലാക്കി, ബിജാഷേട്ടനുള്ള ചോറ് ഞാൻ പാത്രത്തിലാക്കി. ഞാൻ ഈ കുളിയൊക്കെ കഴിഞ്ഞ് വരട്ടെ കേട്ടാ. അതെ, അമ്മ ഹോസ്പിറ്റലിലാണ്. ഓപ്പറേഷനായിട്ടില്ല, ഓപ്പറേഷൻ മാർച്ചിലാണ് ചെയ്യണമല്ലോ, സ്കൂളൊക്കെ പൂട്ടിയിട്ട് മക്കളുടെ. അപ്പോൾ ഓപ്പറേഷനുള്ള ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 2 ദിവസം അവിടെ കിടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ അഡ്മിറ്റ് ചെയ്തതാണ്. അപ്പോൾ രാത്രി പിന്നെ അച്ഛൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ജോലിക്ക് പോകുമ്പോൾ പകൽ വരണ്ടാന്ന് പറഞ്ഞു. ചേച്ചി പിന്നെ ഉച്ചയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായക്ക് ചപ്പാത്തിയും ഇതൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് അങ്ങനെ ജോലിക്ക് പോകാനാണ്. അപ്പോൾ ഇനി പോട്ടേട്ടാ. എല്ലാം ഞാൻ ആറാനായിട്ട് ഫാൻ്റെ ചൂടിൽ കൊണ്ടുവച്ചിട്ടാണ് ഞാൻ വേഗം പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നത്. ഇനി ഞാൻ വേഗം പോകാൻ നോക്കുകയാണ്. അപ്പോൾ വിജയശേട്ടന് എനിക്കുള്ള ചോറ് ഞാൻ സീറ്റിൻ്റെ അടിയിൽ വെച്ചു. അത് പിന്നെ അവിടെ ചെന്നിട്ട് എടുത്താൽ മതിയല്ലോ. പിന്നെ അമ്മയ്ക്കുള്ളത് ഞാൻ ഈ ചുമന്ന കവറിലാക്കിയിട്ട് ഞാൻ കൊളത്തിയിട്ടു. പക്ഷെ ഒരു കാര്യം മറന്നു, എല്ലാം ചെയ്തു, ചായ വെക്കാനായിട്ട് മറന്നു. പക്ഷേ അമ്മയ്ക്ക് അമ്മ ചായ വേണ്ടാന്ന് പറഞ്ഞു. നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ.